ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് പരിപാടികളാണ്. ഡേ ലൈഫൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നൊരു ദിവസത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാവേ. പിന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. നല്ല എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പം രാവിലെ കാപ്പിക്കുള്ളതിനായിട്ട് കയറിയതാണ്. അപ്പം രാവിലെ ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ്. ഇനി ഞാൻ കിഴങ്ങൊക്കെ കുക്കറിനകത്ത് വേവിക്കാൻ ഇട്ടിട്ട് അപ്പം വീഡിയോയിലേക്ക് പോയാലോ? വായോ. അപ്പം ഇനി പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച് മാവൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചായിരുന്നു ചപ്പാത്തിക്കുള്ള. ഒന്നും കൂടെ മയമാക്കി എടുക്കാവേ. ഇങ്ങനൊന്നും ചെയ്യുമ്പോൾ നല്ല മയത്തിലേക്ക്. അപ്പം ഇനിയിപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പണിയായിരുന്നു. അപ്പം കുറച്ച് വലിപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നല്ല ഇതുപോലൊന്നും എന്താ പറയുക കട്ടി കുറച്ച് ഒന്നും പരത്താനുള്ള സമയമില്ല. ഇന്നൊരു ഇച്ചിരി വലിപ്പത്തിലൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ കുക്കറിലിട്ട കിഴങ്ങൊക്കെ ഏകദേശം എന്തോന്ന് തോന്നുന്നു. ഞാൻ നിർത്തി വെച്ചു, കുക്കർ ഓഫ് ചെയ്ത് വെച്ചു, സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തി കൊടുക്കാം. ഇന്ന് വെപ്രാളം പിടിച്ചുള്ള പണിയാണ്, നല്ല പണി. ഇന്ന് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെയൊക്കെ ഒന്ന് പോകണം. വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുന്നത്, 10-10:30 മുമ്പ് എല്ലാ പണിയും ഒതുക്കണമെന്നും പറഞ്ഞുള്ള ഇതിലാണ് ഞാൻ. നടക്കുമോ ആവോ എന്നൊന്നും അറിയാതെ തുടങ്ങിയതാണ്. പക്ഷേ ഏകദേശം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പരത്തിയിട്ടുണ്ടല്ലോ. ഞാൻ ഓർത്ത് പ്ലേറ്റിലോട്ടൊരു 4-5 എണ്ണം ഒന്നിച്ചായിട്ടങ്ങ് ചുടാമെന്ന് ഓർത്തു. ഞാൻ അല്ലാതെയും പരത്തി അന്നേരം ചുടുവേ. ഇന്നിപ്പം പെട്ടെന്ന് അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെ കുറച്ച് തീ കൂട്ടിയിട്ടാണേലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി ഇതിനിടയ്ക്ക് തുണിയൊക്കെ മെഷീനിലിട്ടു, അലക്കാനായിട്ടിട്ടു. അപ്പോൾ ആ പണിയും അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നടന്നോളും. ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോകണമെന്ന് മുൻകൂട്ടി വിചാരിക്കുന്നതല്ല. പക്ഷെ അന്ന് നല്ല പണി കാണും വീട്ടിൽ. അത് ഒതുക്കാതെ തൊട്ട് പോകാനും പറ്റത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ പുറകിലിങ്ങനെ അപ്പം എന്താ പറയുക, പിന്നെ ഇവിടെ മഴയൊക്കെ ആയി. നല്ല മഴയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം കേട്ടോ. 2 മഴയൊക്കെ വന്നു പോയി. അറിയില്ല ഈ വർഷം എല്ലാം കാലം തെറ്റിയുള്ള മഴ വരവും ഒക്കെ എന്താണാവോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു. കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുടാവേ. ചുടുന്നതിനിടയിൽ ഞാൻ കറി വയ്ക്കാനുള്ള വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയാണല്ലോ എടുത്തത്, കുക്കറിലിട്ട് പുഴുങ്ങി. ഇനി അത് പൊളിച്ചൊക്കെ ഉടച്ചൊക്കെ എടുക്കണം. അപ്പം കുറച്ച് ഉള്ളിയും ഒക്കെ ഇട്ട്, ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അതും നടക്കുന്നുണ്ട്, ചപ്പാത്തി ചുടലും നടക്കുന്നുണ്ട്. സ്കൂൾ വെക്കേഷനൊക്കെ ആയിട്ട് എങ്ങോട്ടും ഒന്ന് പോകാനോ ഒന്നും പറ്റിയില്ല. എന്താ ചെയ്യുക, നമ്മൾ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കില്ല അല്ലേ. അതൊരു സത്യമായ കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് എന്താ പറയുക, ഒരുപാട് മുൻകൂട്ടി തീരുമാനങ്ങളൊന്നും എടുക്കാതെ എവിടെയെങ്കിലും പോകണമെന്നോ അല്ല എന്തെങ്കിലും കരുതിയാൽ അങ്ങനെയൊക്കെ നടക്കുവേ. നമ്മളിത് പറഞ്ഞു ഇന്നടുത്ത് പോകണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ കുറേ ആലോചിച്ച് കുറേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. ഞങ്ങളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നടക്കത്തില്ല. പെട്ടെന്ന് അങ്ങോട്ട് ആലോചിക്കുക, ഇന്ന് അങ്ങോട്ട് പോയാലോ, അല്ലെങ്കിൽ നാളെ നമുക്കവിടെ പോവാം അല്ലേ എന്ന് പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഏകദേശം നടക്കാറുണ്ട് കേട്ടോ. പക്ഷേ മുൻകൂട്ടി നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്നതേ അല്ല. അതെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. നമുക്കങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതിപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്നതാണെന്ന് വെച്ചാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ടൊരു 3 വർഷം കഴിഞ്ഞു കേട്ടോ. എൻ്റെ ചെറിയ മോൻ്റെ ചോറൂണിന് പോയതാണ്. പിന്നെ നാട്ടിലോട്ട് പോയിട്ടേ ഇല്ല. ഓരോ പ്രാവശ്യം ഓർക്കും പോകണം എന്നൊക്കെ ഇങ്ങനെ ഓർക്കും. പക്ഷേ സാഹചര്യങ്ങൾ മോശമായി വരുന്നത് കാരണം പോക്കങ്ങ് മുടങ്ങും. എന്താ പറയുക, അതുകൊണ്ട് ഇനിയിപ്പം മുൻകൂട്ടി ഇപ്പം പോകണം അങ്ങനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എപ്പോൾ തോന്നുന്നു അന്നേരം ഒന്ന് പോകണമെന്ന് തോന്നും പോകണം. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക,
പിന്നെ എന്താ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. പിന്നെ അമ്പലത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോവുക, പിന്നെ എവിടെയെങ്കിലും ഇവിടെ അടുത്തൊക്കെ കറങ്ങാൻ പോവുക, ഇതൊക്കെയാണ് ഇവിടെ അടുത്തുള്ള എന്താ പറയുന്നത്. ഈ വേരാവൽ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറേ ഇല്ല. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ. നമ്മൾ മുൻകൂട്ടി അവിടെ പോകണം ഇവിടെ പോകണമെന്നൊന്നും വെച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ കിഴങ്ങൊക്കെ വെന്ത് കേട്ടോ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ല ചൂടൊക്കെ ആ ചൂടോടെ തന്നെ പൊളിച്ച്, കാരണം സമയമില്ല, അത് തണുക്കാനൊന്നും വെക്കാനുള്ള സമയം നമ്മുടെ കൈവശമില്ല. എന്താ പറയുക, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണമെന്നോ, ഉച്ചയ്ക്കുള്ള ഊണും കൂടെ റെഡിയാക്കിയിട്ട് വേണം ഹോസ്പിറ്റലിലൊക്കെ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ. അന്നേരത്തേക്ക് വരുമ്പോൾ കഴിക്കാമല്ലോ, അല്ലേ പിന്നെ നമ്മൾ പോയി വിശന്നൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അന്നേരം വന്ന് എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്ന് എന്തെങ്കിലും പണി ചെയ്യുന്ന, ഒന്നാമത് മെയിൻ ചൂടാണ് ഇവിടെ, ഭയങ്കര വെയിലും ചൂടും. ആ വെയിലത്തും ചൂടത്തും ഒക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു വഴിയാവും. അതാണ് എനിക്ക് മടി. ഞാനതുകൊണ്ട് രാവിലെ അങ്ങ് ജോലി ഒതുക്കി വെച്ചിട്ട് അങ്ങ് പോകാമെന്ന് ഓർത്ത്. ഒരുവിധം ഞാൻ അങ്ങനെയൊക്കെ ഇതൊന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചൂട് കൊണ്ട് കൈയൊക്കെ പൊള്ളുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാണെങ്കിൽ വന്ന് വിളിക്കുന്നുണ്ട്. അവനെ സമാധാനിപ്പിച്ച് അവിടെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. ടി വി വെച്ച് കൊടുത്താൽ കുറച്ച് നേരം ആളവിടെ അങ്ങനെ ഇരുന്നോളും. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഈ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങെല്ലാം ഒന്ന് ഉടച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ കിടന്ന തുണിയൊക്കെ ഒന്ന്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ അലക്കി മേളിൽ കൊണ്ടുവന്ന് ടെറസിലിട്ടു കേട്ടോ. കാരണം ഇട്ട് ഒരു മണിക്കൂർ, മുക്കാൽ മണിക്കൂർ ഇട്ടാൽ മതി, തുണിയെല്ലാം ഉണങ്ങിക്കിട്ടും. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ച് ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ എന്താ പറയുന്നത്, നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുകയോ അങ്ങനെ. നമ്മുടെ സ്വന്തം വീടല്ലല്ലോ, നമ്മൾ വാടകയ്ക്കല്ലേ. വാടകയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ഇത്ര വർഷമൊന്നും അങ്ങനെയൊന്നും എഗ്രിമെൻ്റ് ചെയ്തിട്ടൊന്നും താമസിക്കുന്നതല്ല. കാരണം അവരെപ്പം മാറണം, അവർക്ക് അത്യാവശ്യമായി ഇപ്പം മാറണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാറിക്കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള ഇടമാണ് നമ്മൾ ഇപ്പോൾ ഈ കിട്ടിയേക്കുന്നിടമൊക്കെ. അത് പലയിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കിപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കണോ, അല്ലെങ്കിൽ അതൊന്ന് സെറ്റാക്കി എടുക്കണോ എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ ചിലപ്പോൾ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് വന്നു കഴിയുമ്പോഴായിരിക്കും പിറ്റേ ദിവസം അങ്ങനെ അവർക്ക് അത്യാവശ്യം മാറണമെന്നോ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇതല്ലേ. കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ്. നമ്മളെവിടെയൊക്കെ അങ്ങനെ എന്താ പറയുക, നമ്മൾ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ചു അതിന് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 2 ദിവസം കഴിയുമ്പോൾ മാറേണ്ടയൊക്കെ അവസ്ഥകൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം അതാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പെയിൻറ്റ്, ഇതൊരു പഴയ ഒരു എന്താ പറയുന്നത് വീട്, അവരങ്ങനെ എനിക്കറിയില്ല എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നൊന്നും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് താഴെ വന്നു. അപ്പം ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ പലർക്കും ഉള്ളിലുണ്ടാവും ഇവരെന്താ, അല്ലെങ്കിൽ ഇത് ഒന്ന് വൃത്തിയാക്കി എടുത്തൂടെ, നമ്മൾ താമസിക്കുന്നിടത്തോളം കാലം വാടകയ്ക്കാണെങ്കിലും ഇത് നമ്മുടെ സ്വന്തം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ എന്നോട് അങ്ങനെ 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ എന്താ ഗേറ്റിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൂടെ, അല്ലേ ചുമ്മാ ഇരിക്കുകയല്ലേ, വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് എന്നോട് വന്ന്. അപ്പോൾ അതാണ് ഞാനങ്ങനെ പറയാൻ കാരണം. അവർ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പറയാൻ കാരണം അതാണ്. കാരണം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പം നമ്മൾ വൃത്തിയാക്കണമെങ്കിൽ അവരോട് ചോദിക്കുക, അവർ വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞാലും എന്താ പറയുക, നമുക്കതൊരു ബുദ്ധിമുട്ട്. നമ്മൾ കഷ്ടപ്പെട്ട് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞ് നമുക്ക് മാറേണ്ട ഒരവസ്ഥ വന്നാലോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 വർഷമായി കേട്ടോ, നമുക്ക് ദൈവം സഹായിച്ച് മാറേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. എന്തുകൊണ്ടും നമുക്ക് സൗകര്യമൊക്കെ കുറവാണെങ്കിലും എന്താ പറയുക, ഒരു റൂമും ഒരു ഹാളും കിച്ചണും ഒക്കെ ചെറുതാണ്. ശരിയാണ് കാര്യം, നമുക്ക് സൗകര്യം വലിയ വീടൊന്നും അല്ലെങ്കിലും, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല ഇവിടെ വന്ന് താമസിച്ചിടത്തോളം കേട്ടോ. ഇവിടെ ഞങ്ങൾ ഈ രീതിയിലൊക്കെ തന്നെ താമസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരാശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. പേടിക്കേണ്ടതെന്ന് പറയാൻ നമുക്കിപ്പം എന്താ പറയുന്നത്, ഒച്ചയും ബഹളമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതൊന്നും ഉള്ള സ്ഥലമല്ല. എന്തുകൊണ്ടും നല്ലൊരു ഏരിയയാണ്. അപ്പം നമുക്ക് അത് തന്നെ വലിയൊരു കാര്യം. നമുക്കിപ്പം നല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഇത്രയും കാലം താമസിച്ചെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എത്ര നാൾ മാറാതിരിക്കേണ്ടി വരുമോയെന്നൊന്നും അറിയില്ല.
അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലേ വാടകക്കാരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഓരോ വർഷം ഒരിടത്തും സ്ഥിരതാമസമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. സ്വന്തമായിട്ട് വീടില്ലാത്തവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വാരിക്കെട്ടി പോവുക. അതും ഈ മാറേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. അത് ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് നല്ലതുപോലെ അറിയാം. വാരിക്കെട്ടി പോവുക, എന്താ പറയുക, ഞങ്ങളൊരു 13 വർഷം ഞങ്ങൾക്ക് മാറേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. ഗുജറാത്തിൽ വന്നിട്ട് ഞങ്ങൾ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാവരെയും ഫാമിലിക്കാരോട് മാറാൻ പറഞ്ഞ ഒരവസ്ഥ വന്നപ്പോൾ അതവർക്ക് പൊളിച്ച് പണിയണം, അങ്ങനെയൊക്കെ ഒരവസ്ഥ വന്ന് എല്ലാവരും പല വഴിക്കുമായിട്ട് ഒട്ട് മാറിപ്പോയി. എല്ലാവരും ഇതുപോലെ വീടുകൾ വാടകയ്ക്ക് എടുത്തുമൊക്കെ അങ്ങനെ താമസം മാറിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ഏതാണ്ട് ക്വാർട്ടേഴ്സിൽ നിന്ന് മാറിയിട്ട് 2 വർഷമോ 2.5 വർഷം ആവുന്നതേ ഉള്ളൂ. അതിനോടിടയ്ക്ക് ഞങ്ങൾ 3 സ്ഥലത്ത് മാറി. ആദ്യം ഒരിടത്ത് പോയി, അവിടെ 1 മാസം കഷ്ടിച്ച് താമസിച്ചു. കാരണം വെള്ളം കയറുന്ന ഏരിയയൊക്കെ ആയിരുന്നു മഴയായപ്പോൾ. അങ്ങനെയൊക്കെ വന്നു. പിന്നെ വന്ന് 6 മാസം വേറൊരിടത്ത് താമസിച്ചു. അവിടെ നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ദൈവം സഹായിച്ച് വെള്ളത്തിനോ അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. നല്ല വെള്ളത്തിനാണെങ്കിൽ നല്ല വെള്ളവും എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ മുമ്പോട്ട് പോട്ടെ. പിന്നെ എന്താ പറയുക, അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഞാൻ ഏകദേശം കഴിച്ചു വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും കിഴങ്ങ് കറിയൊക്കെ ആയി. ഇതിനോടിടയ്ക്ക് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കഴിച്ചു. അത് കഴിഞ്ഞ് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അവർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ തക്കാളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തേങ്ങ അരച്ച് തക്കാളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഇട്ട് ചട്ടിയിൽ അടപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാമെന്ന് ഓർത്തു. സാധാരണ എല്ലാവരും വെക്കുന്നത് പോലൊക്കെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനെടുത്ത് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനും കൂടെ. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് സെറ്റാക്കി. അതിനോടിടയ്ക്ക് അരിയൊക്കെ ഇടപ്പയിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഒരു വിസിലൊക്കെ വന്ന് അടിച്ചു കഴിഞ്ഞു. പിന്നെയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ച് വെച്ചു. പിന്നെ തക്കാളിക്കറിക്കുള്ള തക്കാളിയൊക്കെ അടപ്പിൽ വെച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് വെന്ത് വരട്ടെ. എന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് അരച്ചെടുക്കാം. എന്താ പറയുന്നത്, മുള്ളിൽ നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വെപ്രാളം പിടിച്ചുള്ള പണിയാണ്. അപ്പം മീനെടുത്ത് പുറത്ത് വെച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം മേടിച്ച മീനൊക്കെ വെട്ടി കഴുകി. ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് ശീലാവ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പുരട്ടി വെച്ചു. ഇനി കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കാമെന്ന് വിചാരിച്ചു. കറിക്കുള്ള തേങ്ങയൊക്കെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ശീലാവെന്നാണെന്ന് തോന്നുന്നു ആ മീൻ പറയുന്നത്. ആണ്, അതെ. എല്ലാ നാട്ടിലും എന്താ പറയുന്നതെന്നും പല നാട്ടിൽ പല പേരായിരിക്കുമല്ലോ. എന്താ പറയുന്നതെന്ന് പറയണേ. ഞങ്ങൾ ശീലാവെന്നാണ് പറയുന്നത്. അത് തന്നെ. ശീലാവെന്നാണോ ചീലാവെന്നാണോ എനിക്കറിയില്ല. മീനിൻ്റെ പേരൊന്നും വലിയ പിടിയില്ല. വാങ്ങും എന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തൊഴിച്ച് മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ആ പണി കഴിയും. കാരണം നമ്മൾ മൂത്ത മോൻ നമ്മുടെ കൂടെ വരുന്നില്ലല്ലോ. ഹോസ്പിറ്റലിലല്ലേ പോകുന്നത്. എല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ച് വൈകിയാലും അവൻ ആഹാരം എടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പൂസിന് ഒരു നടുവേദന ചെറുതായിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്താ പറയുന്നത്, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതിനിപ്പോൾ ഈ തണുപ്പിൽ ജോലിയൊക്കെ അതുപോലല്ലേ, തണുപ്പാണല്ലോ. തണുപ്പിലൊക്കെ നിൽക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് രാവിലെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 10:30 ചെല്ലാനാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പം തക്കാളി കറിയൊക്കെ സെറ്റായി കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. ഇതുപോലായിരിക്കും എല്ലാ ഇടത്തുമല്ലേ, നമ്മൾ പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പണികൾ ഒതുക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യമായിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം പൊതുവേ എന്ത് കറി വയ്ക്കുമ്പോഴും കുറച്ച് ഉപ്പിടും. പക്ഷേ എന്നിട്ട് ഞാൻ കറി വെച്ചാൽ അങ്ങനെ ഉപ്പ് നോക്കാറില്ല. ചില സമയങ്ങളിൽ മാത്രമേ ഉപ്പ് നോക്കാറുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ഒരു കണക്കിന് ഞാനങ്ങ് ഇടും. അത് ഉപ്പ് കറക്റ്റായിരിക്കും എന്നുള്ള ചിന്താഗതിയാണ് എൻ്റേത്. അങ്ങനെയൊക്കെയാണ്. അപ്പം വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ്. കുറേ പിന്നെന്താ കയറി വരുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ പറയാനായിട്ട് ഓർമ്മയിൽ വരാതിരിക്കുമ്പോഴാണ് ഈ പിന്നെന്താ വരുന്നത്. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക.
നമ്മളൊക്കെ തുടക്കക്കാരല്ലേ, എന്താ പറയുക, എനിക്ക് വലിയ അത്ര പിടിയൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് 1-2 പേര് പറയാറുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ ചെയ്യുമ്പോഴങ്ങ് സംസാരിച്ചുകൊണ്ട് അങ്ങ് വീഡിയോ ചെയ്തോ ചേച്ചി, വോയിസ് കൊടുത്ത് തന്നെ അങ്ങ് സംസാരിച്ച് ലൈവായിട്ട് നിന്ന് സംസാരിച്ച് വീഡിയോ ചേച്ചിയെന്ന്. പക്ഷേ നമുക്കത് പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ റോഡ് സൈഡായതുകൊണ്ടും എപ്പോഴും സൗണ്ടുകളൊക്കെ ആയിരിക്കും. അത് കാരണമാണേ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അപ്പം നമുക്ക് പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ ആലോചിച്ച് പറയാൻ നിൽക്കണ്ടല്ലോ എന്നിങ്ങനെ 2-3 പേര് പറഞ്ഞിട്ടുണ്ടേ. അപ്പം അതിനിടയ്ക്ക് കറിയൊക്കെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറവായിരുന്നു. ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കണമല്ലോ, മിക്ക ദിവസവും അങ്ങനെ നോക്കാറില്ല. അപ്പം ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത്, ഇനി കടുകും കൂടെ താളിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കടുകൊക്കെ താളിച്ചിട്ട് കൊടുത്ത്, ഇനി മീനും കൂടെ വറക്കണേ. ഇപ്പം തന്നെ ഞാൻ വെന്തുരുകി ചൂടെടുത്തിട്ട് വയ്യ കുളിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുളിക്കാതെ നമ്മൾ ഇപ്പം എന്താ പറയുക, ജോലിയെല്ലാം ഒതുക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം ഞാൻ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെയും പോയി ഒന്ന് മേലൊക്കെ കഴുകിയിട്ടാണ് വന്നത് കേട്ടോ. ചിരി വരും. കാരണം എന്തെന്ന് വെച്ചാൽ ഒന്ന് പോയി കുളിച്ചിട്ട് കാരണം അതുപോലത്തെ ചൂടായിരുന്നു അടുക്കളയ്ക്കകത്ത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ഒരുങ്ങി സെറ്റാവാമെന്ന് വിചാരിച്ചു. എൻ്റെ ചുരിദാറിൻ്റെ കൈ കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഈ കൈ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെക്കാനല്ല ആ സ്റ്റിച്ച് ചെയ്ത ആളോട് പറഞ്ഞത്. പക്ഷേ അയാളത് വെച്ചു ഇങ്ങനെ, എന്താ പറയുന്നത്, ഒരു ഇതാക്കി. വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ ഇത് ചുരിദാർ ഇടാറില്ല. കാരണം എത്ര വർഷമായി, 4-5 വർഷമായെന്ന് തോന്നുന്നു ഇത് തയ്ച്ചിട്ട്. കുറച്ച് വട്ടമൊക്കെ ഇട്ടിട്ടുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മാത്രം. കാരണം കൈ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് എനിക്കൊരു ഇടാനൊരു ഇതായിട്ട് തോന്നി. അതിനിടയ്ക്ക് ഒരു കോക കഴിഞ്ഞ് കൊച്ചു മോൻ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അവിടെ നിന്ന് കാര്യം പറയുന്നുണ്ട്. നമ്മളെല്ലാം ഒതുക്കിയിട്ട് വേണമല്ലോ ഇറങ്ങാൻ. അവർ ഒരുങ്ങി റെഡിയായി സെറ്റായിട്ട് നിൽക്കുക. കാരണം അവർക്ക് കുളിച്ച് തുണിയൊക്കെ ഇട്ട് അവർക്ക് മാറിയിരിക്കാമല്ലോ. നമ്മൾ ഈ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇറങ്ങാൻ. എന്നാൽ ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വന്നു. ഞങ്ങളെന്താ പറയുക, അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഒരു 1-2 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാവേ.